കൃഷ്ണ ഭഗവാൻ ജനിച്ചതിന് ശേഷം വൃന്ദാവനവാസികൾ നന്ദഗോപരുടെ വീട്ടിലെത്തുന്നത് തൈരും പാലും വെണ്ണയും ഒക്കെ കണ്ണനും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടും കണ്ണനെ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ആ കൂട്ടത്തിൽ ദതിപാണ്ഡൻ എന്നൊരു തൈര് കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം വൃന്ദാവനത്തിൽ കൃഷ്ണൻ്റെ വീട്ടിനടുത്താണ് താമസിക്കുന്നത്. തൈരുണ്ടാക്കി കൊണ്ടുപോയിട്ട് അടുത്ത ഗ്രാമങ്ങളിലൊക്കെ കൊടുത്തിട്ട് കച്ചവടം ചെയ്തിട്ടാണ് അദ്ദേഹം ജീവിച്ചു പോന്നിരുന്നത്. അദ്ദേഹത്തിന് കൃഷ്ണനെ വലിയ ഇഷ്ടമായിരുന്നു. കണ്ണൻ അങ്ങനെ 2 വയസ്സായി. തൈര് വിൽക്കാൻ പോണ വഴി കണ്ണനെ കാണുമ്പോൾ കണ്ണ് നിറയെ നോക്കി നിൽക്കും. വരുന്ന വഴി അങ്ങനെ കണ്ണനെ നോക്കി നിൽക്കും. ഒരു ദിവസം കച്ചവടത്തിൽ കുറച്ച് ലാഭം കിട്ടിയപ്പോൾ കണ്ണന് കൊടുക്കാനായിട്ട് ഒരു പട്ടുകോണകം വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചു. തിരിച്ചു വരുന്ന വഴി അദ്ദേഹം എപ്പോഴും കണ്ണൻ്റെ അടുത്തെത്തിയിട്ട് ചോദിക്കും, കണ്ണാ എൻ്റെ കൂടെ വീട്ടിലേക്കൊന്ന് വരുമോ എന്ന്. സമയമാകുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് കണ്ണൻ ഓടിപ്പോവും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യശോദാമ്മ കണ്ണനെ കുളിപ്പിച്ച് കണ്ണനെ ഇങ്ങനെ അണിയിച്ചൊരുക്കുകയാണ്. വാലിട്ട് കണ്ണെഴുതി പിരിതുരുമുടി ഭംഗിയിൽ കെട്ടിവെച്ചു. കണ്ണനെ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല. എത്ര ഒരുക്കിയിട്ടും അമ്മയ്ക്ക് മതിയാവണില്ല. പട്ടുകോണം എടുക്കാൻ പോയപ്പോഴാണ് അമ്മയ്ക്ക് അടുപ്പിൽ പാല് തിളയ്ക്കുന്നത് കണ്ടിട്ട് വേഗം യശോദാമ്മ അങ്ങോട്ട് ഓടിപ്പോയി. ഇത് കണ്ണൻ ഒട്ടും അത്ര രസിച്ചില്ല. അമ്മയ്ക്ക് എന്നേക്കാൾ പ്രിയം പാലിനോടാണോ എന്ന് വിചാരിച്ച് ദേഷ്യം വന്നിട്ട് മുടിയൊക്കെ അഴിച്ച് മാലയൊക്കെ എറിഞ്ഞു. ഗോപിക്കുറിയൊക്കെ തൂത്ത് കളഞ്ഞു. പോരാത്തതിന് അവിടെ ഉണ്ടായിരുന്ന ഒരു തൈര് കലത്തിൽ കടകോലെടുത്തിട്ട് ഒറ്റ അടിയും കൊടുത്തു. തൈരും പൊട്ടി, കലം പൊട്ടിയിട്ട് തൈരൊക്കെ പരന്നൊഴുകി കണ്ണൻ്റെ മേത്ത് മുഴുവനും തൈരും വെണ്ണയൊക്കെ തെറിച്ചു. കണ്ണൻ്റെ ദേഷ്യം ഒന്ന് ശമിച്ചു. അപ്പോഴാണ് തോന്നുന്നത്, വേണ്ടിയിരുന്നില്ല, ഇനിയിപ്പോൾ അമ്മ വന്നത് കണ്ടാൽ തല്ല് കിട്ടുകയും ചെയ്യുമല്ലോ, ഓടിയാലോ, വേണ്ട, പിന്നെ അമ്മ പിന്നാലെ വന്ന് തല്ലും, എന്താ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും യശോദാമ്മ അവിടെ എത്തി. യശോദാമ്മയെ കണ്ടതും കണ്ണൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. യശോദാമ്മ പിന്നാലെ ഓടുന്നുണ്ട്. ഈ സമയം ദതിപാണ്ഡൻ തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീടിൻ്റെ ഉമ്മറത്തിരുന്ന് വിശ്രമിക്കുകയാണ്. കണ്ണൻ ഓടി വരുന്നത് കണ്ടു അദ്ദേഹം. കണ്ണൻ വേഗം പറഞ്ഞു, വേഗം എന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ചോ, അമ്മ പിന്നാലെ വരുന്നുണ്ട് എന്നെ തല്ലാനെന്ന് പറഞ്ഞു. തിണ്ണയ്ക്ക് മൂലയിൽ ഒരു വലിയ പാന വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതിൽ കയറി ഒളിച്ചിരിക്കാൻ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി കണ്ണൻ കലത്തിൻ്റെ ഉള്ളിൽ കയറി അദ്ദേഹം കണ്ണനെ അടച്ചു വെച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇരിക്കുകയാണ്. യശോദാമ്മ വലിയ കിതപ്പോടെ വന്ന് ചോദിക്കുകയാണ്, കണ്ണൻ ഇവിടേക്ക് വരുന്നത് കണ്ടല്ലോ, കണ്ടുവോ എന്ന് ചോദിച്ചു. കണ്ണനോ, ഞാൻ വിളിച്ചാൽ പോലും വരാത്ത ആളാണ്, പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരിക എന്ന് ചോദിച്ചു. യശോദാമ്മ പറഞ്ഞു, ഞാൻ കണ്ടതാണ് ഇങ്ങോട്ട് കയറി വരുന്നത് എന്ന് പറഞ്ഞു. ദതിപാണ്ഡൻ പറയുകയാണ്, യശോദാമ്മേ, ആ കലം നോക്കൂ, അത് മാത്രമേ ഇവിടെ ഉള്ളൂ, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും, അല്ലാണ്ട് മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കലത്തിലിരുന്ന് ഉണ്ണിയെല്ലാം കേൾക്കുന്നുണ്ട്. യശോദാമ്മയുടെ കാലോച്ച അകന്നപ്പോൾ മെല്ലെ മുട്ടുകയാണ് കലത്തിൻ്റെ ഉള്ളിൽ നിന്ന്. തുറന്നു വിടൂ, എനിക്ക് ശ്വാസം മുട്ടണു പറയുകയാണ്. കലത്തിൽ പെട്ടുപോയതല്ലേ ഭഗവാൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇല്ല കണ്ണാ, ഞാൻ വിടില്ല, വരണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു തരണം. കണ്ണൻ പറയുകയാണ്, ഇങ്ങനെയൊന്നും പറയരുത്, എന്നെ ഒന്ന് തുറന്നു വിടൂ, എന്നെ കാണാണ്ട് അമ്മ വിഷമിക്കുന്നുണ്ടാവും, ഞാൻ കുഞ്ഞല്ലേ. പക്ഷേ ദതിപാണ്ഡൻ തൻ്റെ വാദത്തിൽ ഉറച്ചു നിന്നു. എനിക്ക് മരണസമയത്ത് അവിടുത്തെ ദർശനം കിട്ടണം, അതുപോലെ തന്നെ ഈ വൃന്ദാവനവാസികൾക്കൊക്കെ സായുജ്യം ഉണ്ടാവണമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ ആവട്ടെ, ഞാനിതാ മോക്ഷം വാഗ്ദാനം ചെയ്തിരിക്കണമെന്ന് കണ്ണൻ പറയുകയാണ്. ഇനി എന്നെ തുറന്നു വിടൂ. അങ്ങനെ കണ്ണനെ തുറന്നു വിട്ടു. കണ്ണൻ്റെ മേത്ത് പറ്റിയിരിക്കുന്ന തൈരും വെണ്ണയൊക്കെ അദ്ദേഹം തുടച്ചു. പക്ഷേ കണ്ണൻ പോണ ലക്ഷണമില്ല. എന്ത് പറ്റി കണ്ണാ ചോദിക്കുകയാണ്. കണ്ണൻ പറയുക, ഞാൻ വഴി നിറച്ചു ആളുകളുണ്ട്, പോരാത്തതിന് ആ ഗോപികമാരും, അതിനെന്താ, അവരെല്ലാം എന്നെ കളിയാക്കുള്ളൂ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു പട്ടുകോണം തരുമോ പറയുകയാണ്. അപ്പോൾ ദതിപാണ്ഡൻ ചോദിക്കുകയാണ്, കൃഷ്ണ ഇങ്ങനെ തന്നെയല്ലേ ഇപ്പം ഇങ്ങോട്ട് ഓടി വന്നത്, പിന്നെ എന്ത് പറ്റി? ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ണടച്ചിട്ടാണ് വന്നത്, പക്ഷേ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ, വേഗം ഒരു പട്ടുകോണം തരൂ. അങ്ങനെ ദതിപാണ്ഡൻ കണ്ണന് കൊടുക്കാൻ വേണ്ടി വെച്ച് ആ പട്ടുകോണം എടുത്ത് കണ്ണനെ ഉടുപ്പിച്ചു. കണ്ണൻ സന്തോഷത്തോടെ തിരിച്ചു പോയി.